hello, welcome back to Thatovasi YouTube channel. യെസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളെ ടൈറ്റിൽ കണ്ടു കാണും, യോർ ഇക്കിഗായ്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഇക്കിഗായ്? എല്ലാവർക്കും അറിയാമായിരിക്കും ഇക്കിഗായ് എന്ന് പറയുന്ന പുസ്തകത്തിനെ പറ്റിയിട്ട്. ഒരു ജാപ്പനീസ് പുസ്തകമാണ്. ഫ്രാൻസിസ്ക് മിറായിൽസ് എന്ന് പറയുന്ന ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹം ഒരു മ്യൂസീഷ്യനും കൂടിയിട്ടാണ്. അപ്പൊ ഈ ഒരു വേർഡ്, ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ദ റീസൺ ടു ലീവ്. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ജീവിതം ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഒരു ലൈഫ് സ്റ്റൈൽ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ് ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു റീഡിംഗ് ആണ്. അതായത് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോഴും ഒക്കെ പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള മടിയാണ്, അലസതയാണ്. എല്ലാവരിലും പൊതുവെ കാണുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അവരുടെ പ്രോഗ്രസ്സിനെ തടയുന്ന ഒരു ഫാക്ടറാണ് മടി. അപ്പൊ അത് നമുക്ക് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് എഴുന്നേൽക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷെ അത് മോട്ടിവേഷൻ പലപ്പോഴും ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തണം? നമുക്ക് ഓരോ ദിവസം എഴുന്നേൽക്കുന്ന സമയത്തും എനിക്ക് ഇന്ന് രാവിലെ എനിക്ക് നേരത്തെ എഴുന്നേറ്റ് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്നും നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതം 100% വിജയിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു ജോബ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. കോളേജിൽ പോകേണ്ടത് കൊണ്ട് നിങ്ങൾ കോളേജിൽ പോകുന്നു, ജോബിന് പോകണം, അത് ജീവിതത്തിന്റെ ഒരു ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു എന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉയർച്ച എന്ന് പറയുന്നത് അവിടെ കൊണ്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സൈറ്റ്മെന്റ്, നിങ്ങളുടെ പാഷൻ നിലനിർത്താനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് എങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഒരുപാട് പേർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഈ തരത്തിലുള്ള ചിന്താ രീതികൾ. പക്ഷെ എന്നാൽ ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായ ധാരണ, അതിനെക്കുറിച്ചുള്ള അറിവ് ഇല്ലായ്മ, ഇനി അറിയാമെങ്കിലും അത് ചെയ്യാനും മടി, കൺസിസ്റ്റൻസി കൊണ്ടുവരാനായിട്ട്, ഡിറ്റർമിനേഷൻ കൊണ്ടുവരാനായിട്ട് ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു പുതിയ കാര്യം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആവേശമായിരിക്കും. പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ആവേശം ഇല്ലാതാവും. നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എക്സൈറ്റ്മെന്റ് ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് ഒരു മെക്കാനിക്കൽ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ആവശ്യം വരും. എന്നാൽ ആ ഒരു മെക്കാനിക്കൽ ലൈഫ് സ്റ്റൈല് നിങ്ങളുടെ മനസ്സിന് ഒരു സന്തോഷം നൽകാതെ നിങ്ങൾ വളരെ മൂഡി ആയിട്ടുള്ള, വളരെ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ ഫ്യൂച്ചറിലേക്ക് കടക്കും. ഈ ഒരു ടോപ്പിക് നമ്മുടെ സ്പിരിച്വൽ ജേർണിയുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് പല വ്യക്തികളും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ സ്പിരിച്വൽ ജേർണിയിലാണ്, ഓട്ടോമാറ്റിക്കലി എൻ്റെ ലൈഫ് സ്റ്റൈല് മാറി, എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് മാറി എന്നുള്ളത്. ഇത് വലിയൊരു സ്ട്രോങ് മെസ്സേജാണ്. ഇന്നലെ വരെ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വെജ് ഫുഡിലേക്ക് മാറുകയാണ്. ചുറ്റും കണ്ടു നിൽക്കുന്നവർക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നാം. വർഷങ്ങളോളം, ഒരു 10-40 വയസ്സ് വരെയൊക്കെ നോൺ വെജ് കഴിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. പെട്ടെന്നാണ് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറുന്നത്. അത് അവരുടെ സോള് അവരെ ഡയറക്റ്റ് ചെയ്യുന്നതാണ് അവരുടെ ലൈഫ് പേർപ്പസുകളിലേക്ക്. ഇവിടെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങളുടെ ലൈഫ് പേർപ്പസ്, നിങ്ങളുടെ ജന്മ ലക്ഷ്യങ്ങൾ, അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു പാർട്ട് 2 എന്ന് വേണമെങ്കിൽ കരുതാം. ഇത് നമ്മൾ ജനറലായിട്ട് ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഫൈൽ സെലക്ഷൻസ് ഇല്ല. ഈ ഒരു മെസ്സേജ് എത്തേണ്ടവരിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു സ്പിരിച്വൽ ജേർണിയെ സംബന്ധിക്കുന്നിടത്തോളം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ്. അപ്പൊ നമ്മളുടെ ഇന്റേണലി ആണ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത്. നിങ്ങൾക്ക് ജീവിതത്തോടുള്ള ഭയം, കൺഫ്യൂഷൻ, ഇതൊക്കെ മാറേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്.
അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളും മാറാനുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് നമ്മളുടെ ഫ്യൂവൽ. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു മെഷീനായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡാണ് അതിൻ്റെ ഫ്യൂവൽ. നമ്മളുടെ ശരീരത്തിന്, നമ്മളുടെ മനസ്സിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റീസ് ആണ് ഉണ്ടാവുക. ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ആഹാരങ്ങളെ, ഫുഡിനെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സാത്വിക് ഫുഡ്സ് ഉണ്ട്, താമസിക് ഫുഡ്സ് ഉണ്ട്, രാജസിക് ഫുഡ്സ് ഉണ്ട്. ഈ സാത്വിക് ഫുഡ്സ് എന്ന് പറയുന്നത് കഴിക്കുന്ന സമയത്ത് അത് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ്സ് ആണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീവ്സ്, അതുപോലെ സ്പ്രൗട്ടഡ് ഫുഡ്. ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് ആൻഡ് ബോഡിക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതായത് നമുക്കൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമ്മളുടെ ബ്രെയിൻ വളരെ റിലാക്സ്ഡ് ആകാണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യാത്ത ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരുകയാണ്. അതായത് ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു മനസ്സമാധാനം ഉടലെടുക്കാനായിട്ട് പോകുന്നുണ്ട്, ഒരു ഹോപ്പ് ഉണ്ടാകുന്നുണ്ട്, ഒരു എന്തൂസിയാസം. മോർ ഓവർ നിങ്ങൾക്കൊരു ക്ലാരിറ്റിയാണ് ഉണ്ടാകുന്നത്. അതേസമയം രാജസിക് ഫുഡ്സ് അത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് വളരെ കൗതുകം തോന്നുന്ന ഫുഡുകളാണ്. ടീ, കോഫി രാജസിക് ഫുഡ്സ് ആണ്. മസാല ആഡ് ചെയ്യുന്നത്, അതായത് കൂടുതലായിട്ടുള്ള ഹോട്ട്, സ്പൈസി, സോൾട്ടി ഫുഡുകൾ, ഇതൊക്കെ രാജസിക് ഫുഡ്സ് ആണ്. ഈ ഒരു രാജസിക് ഫുഡ്സ് കഴിക്കുന്ന സമയത്ത് നമ്മളിലുള്ള ഒരു ഇനിഷ്യൽ പാഷൻ വളരെ വലുതായിരിക്കും. നമ്മൾക്ക് ഒരു ഇനിഷ്യൽ ഡ്രൈവ് വളരെയധികം ഉണ്ടായിരിക്കും. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പലരും ചായ കുടിക്കുന്നു. അവർക്ക് ആ ഒരു ദിവസത്തേക്കുള്ള ഒരു ബൂസ്റ്റാണ്, ഒരു ഇനിഷ്യൽ ജമ്പാണ്, ഒരു ജേർക്കാണ് കിട്ടുന്നത് അല്ലേ. ചായ കുടിക്കുന്നു, കോഫി, എനർജി ഡ്രിങ്ക്സ് എന്ന് പറയാം. അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഇത് നിങ്ങൾക്ക് പോകെ നിങ്ങൾക്ക് സ്ട്രെസ് ബിൽഡപ്പ് ചെയ്യും നിങ്ങളുടെ മനസ്സിൽ. നിങ്ങളിപ്പോൾ കോഫി കുടിക്കുന്ന ഒരു വ്യക്തിയാണ്, നിരന്തരമായിട്ട് നിങ്ങൾ കഫീൻ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ അതിന് കഫീൻ അഡിക്റ്റായി. ഇത് നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കാം, ഉറക്കക്കുറവ് നിങ്ങൾക്ക് ഉണ്ടാക്കാം, സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആക്കാം. അപ്പൊ ഇത് പോകെ ഇങ്ങനെയുള്ള ഫുഡുകളിലും നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇത് നിങ്ങളുടെ മൈൻഡിനും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി തരും. ആദ്യം നിങ്ങൾക്ക് വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഒരു ടാസ്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഡേ പകുതിയാകുന്ന സമയത്ത് നിങ്ങളുടെ എനർജി പോയി, നിങ്ങൾക്ക് സ്ട്രെസ് ബിൽഡപ്പ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ വരുന്നു, ദേഷ്യം വരുന്നു, ക്ലാരിറ്റി ഇല്ല, പല രീതിയിൽ നിങ്ങൾ ഔട്ട് ഓഫ് മൈൻഡ് ആവുകയാണ്. വീണ്ടും നിങ്ങൾ എനർജി ഡ്രിങ്ക് എടുക്കും. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല മെന്റൽ ഹെൽത്തിനും വളരെ ദോഷകരമായിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്നും നമുക്ക് ഔട്ട്കം പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു നിങ്ങളുടെ മോട്ടിവേഷൻ, നിങ്ങളുടെ എക്സൈറ്റ്മെന്റ്. എന്നാൽ സാത്വിക് ഫുഡ്സ് അങ്ങനെയല്ല, ഒരു ഡിറ്റാച്ച്മെന്റിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെന്റ് എന്നുള്ളത് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ഒന്നും റിസൾട്ട് നിങ്ങളെ ബാധിക്കുന്നില്ലാത്തൊരു അവസ്ഥയാണ്. അതാണ് എല്ലാവർക്കും വേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് തേർഡ് കാറ്റഗറി വരുന്നത് താമസിക് ഫുഡ്സ് ആണ്. അത് നോൺ വെജിറ്റേറിയൻ ഫുഡ്സ്, റെഫ്രിജറേറ്റഡ് ഫുഡ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഉള്ള ഫുഡ്സ്. ഇത് ഏറ്റവും മോശമായ കാറ്റഗറിയിലുള്ള ഫുഡ്സ് ആണ്. ഈ ഒരു ഫുഡ് ഹാബിറ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ റെഡ് മീറ്റ്, ഫിഷ്, എഗ്ഗ് ഇതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഒനിയൻ, ഗാർലിക്, ഇതിൻ്റെയൊക്കെ ഒരു ഉപയോഗം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈൻഡിനെ കൺഫ്യൂഷൻ എന്നതിലുപരി നിങ്ങൾക്ക് ഒരു ഡീമോട്ടിവേഷൻ, ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി, അതുപോലെ തന്നെ മടി, ലെഥാർജിക് ആക്കുക, സെൽഫ് ലവ് ഇല്ലാതാകുക, എംപതി നഷ്ടപ്പെടുക. ഇത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ടാണ് ഇത് മാറുക. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുന്ന സമയത്തെങ്കിൽ പ്രകൃതി തന്നെ ഓട്ടോമാറ്റിക്കലി അയാൾക്ക്
സാത്വിക് ഫുഡ്സിലേക്ക് അതല്ലെങ്കിൽ രാജസിക് ഫുഡ്സിലേക്കെങ്കിലും മാറാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. സോ നിങ്ങൾ ഈ കാണുന്ന വ്യക്തികൾ നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് ഒരുപാട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ജീവിത രീതി ഇഷ്ടമാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ജേർണിയിലേക്ക് എത്തിയിട്ടില്ല, സ്പിരിച്വൽ ജേർണി എന്താണെന്ന് അറിയില്ല, സ്പിരിച്വൽ ജേർണിയിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെല്ലാം ഈ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അതായത് നമ്മൾക്ക് ഫ്രീ വില്ലാണ് എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ന് ഈ ലോകത്തുണ്ട്, എല്ലാ സോളുകൾക്കും ഉണ്ട്. അപ്പൊ അത് നമ്മൾ എത്ര വൈസായിട്ട് യൂസ് ചെയ്യുന്നു, നമ്മളുടെ ലക്ഷ്യത്തിനോട് വേണ്ട ഡെഡിക്കേഷൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ മെൻഡ് ചെയ്യുന്നു, അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതവും നിങ്ങൾക്ക് മുന്നോട്ട് ഉണ്ടാവുക. ഇത് ഭാരതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ടുള്ള വേദങ്ങളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള ജീവിത രീതികളൊക്കെ ഉണ്ട്. ആ രീതികളിൽ നിന്നൊക്കെ ഒരുപാട് ഡൈവേർട്ട് ചെയ്തിട്ടാണ്. അപ്പൊ അതൊരു മതത്തിന്റെ ഒരു ആചാരമോ അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെയോ എന്നുള്ളതിനുപരി മനുഷ്യ ജീവികൾക്ക്, അതായത് മനുഷ്യ സമൂഹത്തിന് അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർക്കൊരു ജീവിതത്തിൽ എങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കും, അതല്ല നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ട്, നിങ്ങളെ ആരും തടയുന്നില്ല. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു രീതിയിലാണ്. ഇവിടെ ആരും ഒന്നിനെയും ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷെ അവനവനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെന്റും നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിത രീതി മാറ്റിക്കൊണ്ടായിരിക്കണം. അതിന് എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഇനിഷ്യലി ആണ്. നിങ്ങൾക്ക് ഒരു 6 മാസം നിങ്ങൾ ഈ ഒരു സാത്വിക് ഫുഡ്സിലേക്ക് മാറി നോക്കൂ. നിങ്ങളുടെ ജീവിതം എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വളരെ ടേസ്റ്റ് ഉള്ള ഫുഡ്സും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ, ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട് ഇനിഷ്യലി. പക്ഷെ ഇതൊക്കെ ലോങ് റണ്ണിൽ ഫിസിക്കലി മാത്രമല്ല മെന്റലി നമ്മുടെ ബോഡി ഡിറ്റീരിയോറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈലന്റ് കില്ലർ എന്ന് പറയുന്നത് പോലെ സ്ലോ പോയിസൺ ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ആഫ്റ്റർ ഓൾ ഇതൊരു ബോഡിയാണ്, ഈ ബോഡിക്ക് ഒരു മരണം ഡെഫിനറ്റ്ലി ഉണ്ടാകും. അപ്പൊ അതുവരെ എൻജോയ് ചെയ്യുക എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂ, ആ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന്. ഈ ജീവിതം ബോധ മനസ്സിലാണ് നമുക്ക് ഇതൊന്നേ ഉള്ളൂ, ശരിയാണ്. പക്ഷെ നമ്മുടെ സോൾ ലെവലിലുള്ള ഒരു പ്രോഗ്രഷൻ ഉണ്ട്. ആ പ്രോഗ്രഷനെയാണ് നിങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫുകളിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള പുണ്യമായിട്ടുള്ള കർമാസ്, പോസിറ്റീവ് കർമാസിന്റെ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഹെൽത്തി മൈൻഡ് ആൻഡ് ബോഡി, ഈ ആരോഗ്യമുള്ള ശരീരവും മനസ്സും നിങ്ങൾ തന്നെ ജീവിത രീതി കൊണ്ട് നശിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ നെഗറ്റീവ് കർമ്മ ക്രിയേറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ സോളിന്റെ ഒരു എവല്യൂഷനെ നിങ്ങൾ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും ഒരു ലോങ് റണ്ണിലേക്കുള്ള റിസൾട്ട് പലപ്പോഴും ആരും നോക്കാറില്ല, അല്ലെ? അത് ഈ ഒരു ജന്മത്തിനപ്പുറമുള്ള കാര്യം അപ്പോൾ പറയുന്ന സമയത്ത് നോക്കാൻ എത്ര പേർക്ക് താല്പര്യം ഉണ്ടാവും? അതിലൊന്നും വിശ്വാസം കൂടി ഉണ്ടാവാത്ത ഒരുപാട് പേരായിരിക്കും. കാരണം ഇതൊന്നും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതുകൊണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതും ചെവി കൊണ്ട് കേൾക്കാത്തതുമായിട്ടുള്ള സത്യങ്ങളാണ് ഈ ലോകത്തിൽ കൂടുതലും ഉള്ളത്. എന്നിട്ടും നമ്മൾ അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ജീവിത രീതി ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനാണെങ്കിൽ അത് ഈസിയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ചിട്ടയോട് കൂടിയിട്ട് നമ്മൾ എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രചോദനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം, നിങ്ങൾക്ക് അലസത മാറണം, നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കണം, ജീവിതത്തിൽ സമാധാനം, നെഗറ്റീവ് ഇമോഷൻസ്, ആങ്കർ ഉണ്ട്,
അതൊക്കെ മാറ്റി നിങ്ങളെ ഒന്ന് ഹീല് ചെയ്ത് എടുക്കുക. നമ്മൾ ആങ്കർ മാനേജ്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളെ ഹീല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. ഹീൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ദേഷ്യം ഉണ്ടാവില്ല. അൺഹീൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് എപ്പോഴും ദേഷ്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾ റിയലൈസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്നുണ്ട് അത് പുറത്തെ കൊണ്ടുവന്ന് ഹീല് ചെയ്യണം. പുറമെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കാം, ഒരു കുടുംബം ഉണ്ടായിരിക്കാം, സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കാം, ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ സാധിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവുന്നു, ഇറിറ്റേഷൻ ഉണ്ടാവുന്നു, ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നു, വിചാരിക്കുന്നത് പോലെ ഒന്നും എത്താൻ പറ്റുന്നില്ല, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഒരു അൺഹീൽഡ് വേർഷൻ ആണ് നിങ്ങളുടെ. അത് തിരിച്ചറിയുക. ജീവിതത്തിനെ കുറച്ചുകൂടെ മനോഹരമായിട്ട് കാണുക. അതിനെ നിങ്ങൾക്ക് കിട്ടിയ ഒരു നിധിയായിട്ട് നിങ്ങൾ കാണുക. അതിന് നിങ്ങൾക്കൊരു വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ താമസിക് ആയിട്ടുള്ള ഫുഡ്സ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള ജീവിത രീതികളിലേക്കൊന്നും നിങ്ങൾക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ മടി, അലസത ഒക്കെ, നെഗറ്റീവ് ഇമോഷൻസ് എന്തെല്ലാം ഉണ്ടോ, ഒരു ഡെവിൽ എനർജി എല്ലാം മാറ്റി, ആസുരിക ഭാവങ്ങളെല്ലാം മാറ്റി നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ സ്നേഹിക്കാം, നിങ്ങൾക്ക് എങ്ങനെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം, ഇതിനിപ്പോ നിങ്ങളുടെ ഉള്ളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ്, പ്രാക്ടിക്കലി വരുത്തേണ്ട മാറ്റങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്കറിയാം. സെൽഫ് ലവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങുക, നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അപ്പിയറൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പാഷൻ കണ്ടെത്തുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഇതെങ്ങനെ നഷ്ടപ്പെടാതെ ഈ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാം എന്നാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഇത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ജെന്റൽനെസ് റീഡിംഗ് ആണ്, കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗും ആണ്. ഇത് നിങ്ങൾക്ക് ഏത് സമയത്താണോ കാണാൻ സാധിക്കുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടുക അല്ലെങ്കിൽ റെസനേറ്റ് ആകുക. ഇതൊരു ടൈംലെസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, യെസ്. സോ നമുക്ക് നോക്കാം ഇപ്പൊ എന്താണ് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് നമുക്ക് നോക്കാം. 5 ഓഫ് ഇമോഷൻസ്, Queen of Materials, 2 ഓഫ് വോയിസസ്, 5 ഓഫ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്, Priestess, one more card നമുക്ക് ഇവിടെ, Knight of Materials, ആൻഡ് ഇതിന് നമുക്ക് ക്ലാരിഫിക്കേഷൻ കൂടെ എടുക്കാം. 9 ഓഫ് മെറ്റീരിയൽസ്, Muse of Voice, 7 of Materials, 4 of Inspiration, Death, Queen of Inspiration, Bottom Energy, 10 of Materials വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് 5 ഓഫ് ഇമോഷൻസ് ആൻഡ് 5 ഓഫ് മെറ്റീരിയൽസ്. 5 എന്ന് പറയുന്ന നമ്പർ, ഇറ്റ്സ് എ നമ്പർ ഓഫ് ചേഞ്ച്. നിങ്ങൾ 555, 5555 ഒക്കെ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സോള് നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുള്ള സമയമായി. ഈ മാറ്റം എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ കംഫേർട്സ് നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ച് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ നിങ്ങളെ ഒരു പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ കാണാതെ നിങ്ങൾ ചില ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കാം, അത് നിങ്ങൾ വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങൾ അത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു ഫിനാൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെറിയ ചെറിയ കംഫേർട്സ് നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള ഒരു മാറ്റം, അതായത് പ്രയോറിറ്റി ചേഞ്ച്. രണ്ടാമത് 5 ഓഫ് ഇമോഷൻസ്. അത് നിങ്ങൾക്കൊരു നഷ്ടബോധം മനസ്സിൽ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ 9 ഓഫ് മെറ്റീരിയൽസ് ആണ് വന്നത്. 9 ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ലക്ഷറിയാണ്.
ഈ 5 ഓഫ് മെറ്റീരിയൽസും നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട് നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. 9 ഓഫ് മെറ്റീരിയൽസും ഇവിടെ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഒരു വലിയ വിഷ് ഫുൾഫിൽമെന്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യാനുള്ള സമയമാണ് എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് ചില വ്യക്തികൾക്ക് വളരെ എക്സോട്ടിക് ആയിട്ടുള്ള കൺട്രീസിലേക്കൊക്കെ ഒരു ട്രാവൽ ആവശ്യമാണ് എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. ഇറ്റലി, ഫ്രാൻസ് പോലെയുള്ള കൺട്രി സൈഡ്സിലേക്കൊക്കെ, സ്വിറ്റ്സർലാൻഡ് അങ്ങനെയുള്ള സീനിക് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രി സൈഡ്സിലേക്കൊക്കെ, അതുപോലെ ഹിമാലയാസ്, ലഡാക്ക്, ആ ഒരു മഞ്ഞ് അങ്ങനത്തെ ഒരു ഇമേജ് ആണ് ഇവിടെ എനിക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരു ട്രാവൽ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ നല്ലതായിരിക്കും. ഇത് ചില വ്യക്തികൾക്ക് അവരുടെ താല്പര്യം അനുസരിച്ച്, അതല്ല നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് വളരെ അപ്പിയറൻസ് മാറ്റുന്നതിലൂടെ, അതായത് നിങ്ങളുടെ വസ്ത്രധാരണ രീതികളിലൊക്കെ നിങ്ങളൊരു മാറ്റം കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം ലഭിക്കുന്നുള്ളതാണ്. വളരെ നാളായിട്ട് നിങ്ങൾ ലോങ് ഹെയർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കത് ഷോർട്ട് ഹെയർ ആക്കി മാറ്റാവുന്നതാണ്. അതുപോലെ നിങ്ങൾ എപ്പോഴും സ്ഥിരമായി ധരിക്കുന്ന വസ്ത്രങ്ങളുടെ ഒരു രീതിയിൽ നിന്ന് ഒന്ന് മാറ്റി ചിന്തിക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ഡെഫിനറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ വെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എനർജി ബൂസ്റ്റ് ആയിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു സാറ്റേണിന്റെ പ്രസൻസ് ആണ് ബ്ലാക്ക് കളർ കാണിച്ചു തരുന്നത്. സോ സാറ്റേണിന്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളിപ്പോ റൈറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് സാറ്റേൺ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി തരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. റൈറ്റ്, നമുക്ക് ക്വീൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മ്യൂസ് ഓഫ് വോയിസസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലിസ്റ്റിക്കൽ വെൽത്ത് എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണ്. നിങ്ങളുടെ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന തരത്തിലുള്ള, നിങ്ങളെ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന മെറ്റീരിയലിസ്റ്റിക്കൽ വെൽത്ത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് വഴി. ഈ ഒരു കാർഡിൽ ഞാനിങ്ങനെ കാണിക്കാം. നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ ഈ വ്യക്തിയുടെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ ചിന്തകളുടെ റിഫ്ലക്ഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഔട്ട്കം ആയിട്ട് വരുന്നത്. അതുകൊണ്ട് എത്ര പ്യുവറായിട്ട് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ വെക്കുന്നു അത്രയും പ്യുവറായിട്ട് റിസൾട്ട് വരുന്നു. അതായത് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരു നന്മ ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത്, ഉള്ളിൽ നിന്ന് തന്നെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലും ഒരു നന്മ ഉണ്ടാവുന്നു. അതേസമയം നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായ രീതിയിൽ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കും ഇപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലി കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്ട്സ് കൊണ്ട് അവർക്ക് മാനസികമായ ഒരു സന്തോഷം, അതല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ അത് അത്രയും ഉപകാരപ്പെടുക എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്കിവിടെ മെറ്റീരിയലിസ്റ്റിക്കൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇത് സ്ഥിരമായി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിത രീതി മാറുകയാണ്. നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള സന്തോഷങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് കൂടുകയാണ്. വീണ്ടും വീണ്ടും പുതിയ പുതിയ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാനായിട്ടുള്ളത്. ഇവിടെ 2 ഓഫ് വോയിസസ് ആൻഡ് 7 ഓഫ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ എപ്പോഴും എടുക്കുന്ന ഒരു റോങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുള്ള അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. അതായത് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസിൽ നമ്മൾ നോക്കിക്കാണുന്ന രീതി നമ്മൾ മാറ്റും. നിങ്ങളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഫിനാൻഷ്യലി. അത് നിങ്ങൾ ഹീൽ ചെയ്തിട്ടില്ല, നിങ്ങളത് ഫൊർഗീവ് ചെയ്തിട്ടില്ല, ലെറ്റ് ഗോ ചെയ്തിട്ടില്ല. വേറൊരു സമയത്ത് പ്രസന്റിൽ നിങ്ങളുടെ വളരെ
ഉറ്റ സുഹൃത്തായിരിക്കും, ആത്മമിത്രമായിരിക്കും. ആ വ്യക്തി നിങ്ങളോടൊരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ചോദിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ആ വ്യക്തി എത്രത്തോളം സ്നേഹമുണ്ട്, ഇഷ്ടമാണ്, വിശ്വാസമാണ് എങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ്, ഒരു ഭയം ഉണ്ടാവുകയാണ്. ഇത് ഈ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സ് നടക്കുമ്പോൾ ഇത് തിരിച്ചു കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ എടുക്കുന്നത് അവിടെ റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. ഇല്ല, ഞാൻ കൊടുക്കുന്നില്ല എന്നുള്ളത്. ഇത് നിങ്ങൾ ആ വ്യക്തിയെ ജഡ്ജ്മെന്റൽ ആയിട്ട് നോക്കിക്കണ്ടു എന്നുള്ളതാണ്. ആ വ്യക്തിയെ നിങ്ങൾ മുൻധാരണയോടെ നോക്കിയത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വ്യക്തി വിശ്വാസയോഗ്യമുള്ളവനാണ് എങ്കിൽ, ഈ വ്യക്തി വിശ്വാസയോഗ്യമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫിനാൻസ് ലെൻഡ് ചെയ്യുന്നതിൽ ഒരു തടസ്സവുമില്ല. പക്ഷെ നിങ്ങൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പോലെയുള്ള അവസ്ഥയിലെത്തി. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റോങ് ഡിസിഷൻ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി. അവിടെയും നിങ്ങൾക്ക് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ അകത്ത് ഒരു ബന്ധം കുറയാണ്. കാരണം നിങ്ങൾ ഫിനാൻസ് കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടല്ല, നിങ്ങൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ടല്ല. ആ വ്യക്തി ചിന്തിക്കുന്നത് എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. അത് പറയാതെ മനസ്സിലാക്കുന്ന കാര്യമാണ്. ആ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴാണ്. ഇത് ഫിനാൻസിനെ സംബന്ധിക്കുന്നിടത്തോളം പറയുന്ന സമയത്ത് സ്നേഹബന്ധവും ഫിനാൻസും തമ്മിൽ പറയാൻ സാധിക്കില്ല എന്ന്. പക്ഷെ അതങ്ങനെയാണ്, മനുഷ്യന്റെ മനസ്സ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അവിടെ ഫിനാൻസ് അവന് വേറെ സൈഡിൽ നിന്ന് എവിടെന്നെങ്കിലും അവന് ലഭിക്കും. പക്ഷെ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിശ്വസിക്കുന്നില്ല എന്നുള്ള തോന്നലിലാണ് ഈ ബന്ധം തകരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റോങ് ഡിസിഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തെടുത്ത് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ നിങ്ങൾക്കൊരു മടുപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു റിവാർഡ് ആസ്വദിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും. കാരണം നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ ഒരു നംനെസ്സിൽ എത്തിച്ചിരിക്കുകയാണ്. അതായത് ഒരു മരവിപ്പിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇവിടെ 4 ഓഫ് ഇൻസ്പിറേഷൻ, ഇത് നിങ്ങളുടെ ഹോം എന്ന് പറയുന്ന ഒരു സ്പേസ്, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ്, റിലേഷൻഷിപ്സ്, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ആണ് ആവശ്യം. പക്ഷെ ഇവിടെ ഇല്ലാത്തത് ഒരു സ്റ്റെബിലിറ്റി ആണ്. ഇത് നിങ്ങൾക്കൊരു റീസൺ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടാൻ, നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്താതിരിക്കാൻ, അതായത് നിങ്ങളുടെ റീസൺ ടു ലീവ് കണ്ടെത്താതിരിക്കാൻ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കാരണം നിങ്ങൾക്ക് താൻ സാധിക്കാത്തതിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ്, അതല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഹോം അറ്റ്മോസ്ഫിയർ ഒന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നമ്മളുടെ ചുറ്റുമുള്ളവരെ, ഏറ്റവും അടുത്ത ബന്ധങ്ങൾ നമുക്ക് ടോക്സിക് ആകുക എന്നുള്ളത്, കാർമിക് ആകുക എന്നുള്ളത്, അവരോടൊക്കെ നിങ്ങൾക്കൊരു കാർമിക് ഡെറ്റ് കൊടുക്കാനുണ്ട്. അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹോപ്പണോപ്പനോ പ്രെയർ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ഒരു തെറ്റായ കർമ്മ അവരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, ആ ഇമ്പാക്റ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങളുടെ സോള് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ തന്നെ സോളാണ് അട്രാക്ട് ചെയ്യുന്നത് ഇത്. കാരണം നിങ്ങൾ ആ ഒരു ഇമോഷൻ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കത് അനുഭവിച്ച് തന്നെ നിങ്ങൾ പാഠം പഠിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾ അനുഭവിച്ച ഒരു വിഷമം, ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ മറ്റാർക്കും കൊടുക്കില്ല, അല്ലേ? അത് സോളിന്റെ ഒരു എവല്യൂഷനാണ്. കാരണം ഓരോ നെഗറ്റിവിറ്റിയും ഇപ്പൊ നമ്മൾ അനുഭവിച്ച ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അത് തന്നെ അനുഭവിക്കും. കാരണം അവിടെ നിങ്ങളുടെ സോള് പ്യുവർ ആയിട്ടില്ല. ഞാൻ എന്താ അനുഭവിച്ചിട്ടുണ്ട് അത് ഞാൻ ഇനി ഒരിക്കലും വേറൊരു വ്യക്തിക്ക് കൊടുക്കില്ല എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ സോള് പ്രോഗ്രസീവ് പാത്തിലെത്തുന്നത്, സോൾ ഇവോൾവ് ആവുന്നത്, നിങ്ങളുടെ കാർമിക് ഡെറ്റ് ക്ലിയർ ആവുന്നതും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതും. നിങ്ങളൊരു നല്ലൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സാറ്റേൺ നിങ്ങൾക്ക് വളരെയധികം ബ്ലെസ്സിങ്സ് തരും. ഒരു ഒബീഡിയന്റ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനോടാണ് ആ ഒബീഡിയൻസ് നിങ്ങൾ കാണിക്കേണ്ടത്.
ഇത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചാലഞ്ചോട് ചാലഞ്ച് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. അത് സ്പെഷ്യലി ഇതെല്ലാം ആക്ടിവേറ്റ് ആകുന്നത്, കാർമിക് പോയിന്റ്സ് എല്ലാം ആക്ടിവേറ്റ് ആകുന്നത് നിങ്ങൾക്ക് സാറ്റേൺ പീരീഡ്സിലാണ്. സാറ്റേൺ പീരീഡ്സ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ശനിയുടെ ഒരു മഹാദശയുടെ സമയത്താവാം അത് 20 വർഷക്കാലം. അതിന് ഉപരിയായിട്ട് അത് 20 വർഷം ഉണ്ട്. അപ്പൊ ചെറിയ 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 രീതിയിലേ ഉള്ളൂ, ഇൻഫ്ലുവൻസ് കുറവാണ്. എന്നാൽ 7.5 വർഷം നിങ്ങൾക്കുണ്ടാവുന്ന 7.5 ശനി ഓരോ 30 വർഷത്തിലുമാണ് ഈ 7.5 ശനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നത്. അവരുടെ അടുത്ത 30 വർഷത്തിലേക്ക് വേണ്ട ലെസൺസ് പഠിപ്പിച്ച് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാണ്. അത് നിങ്ങൾ ഫെയിലായി അടുത്ത നെക്സ്റ്റ് ഇയേഴ്സ് എന്നുണ്ടെങ്കിൽ, അടുത്ത നെക്സ്റ്റ് 30 ഇയേഴ്സിൽ നിങ്ങൾ ആ ലെസൺസിൽ ഫെയിലായി, നിങ്ങളൊരു ഫെയിലിയർ ആയി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തിയിട്ടില്ല, പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അടുത്ത 30 വർഷത്തിന് ശേഷം വരുന്ന 7.5 ശനിയിൽ അതിനുപരിയായിട്ടുള്ള ചാലഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് കണ്ടക ശനി, അഷ്ടമ ശനി പീരീഡ്സ് ഒക്കെ. അത് ശനി നിങ്ങളുടെ 4-ാം ഭാവത്തിൽ, 7-ാം ഭാവത്തിൽ, 10-ാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടക ശനി ഉണ്ടാവും. 4-ാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫിലാണ്, നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള ബന്ധത്തിലാണ്, നിങ്ങളുടെ വീട്ടില്, ഹോം, അവിടെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്യൂസ് ഉള്ളത്. അവിടെയാണ് കാർമിസിറ്റി ഓപ്പൺ ആവുന്നത്, നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതും. 7-ാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർഷിപ്സ്, ഇത് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഗൽ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്സ് ആയിരിക്കാം. അതുപോലെ 10-ാം ഭാവം എന്ന് പറയുന്നത് കണ്ടക ശനിയുടെ ഏറ്റവും കാഠിന്യം നിറഞ്ഞൊരു പ്ലേസ്മെന്റ് ആണ്. അതായത് നിങ്ങളുടെ കർമ്മ. 10-ാം ഭാവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കരിയറാണ്. കരിയർ എന്ന് മാത്രമല്ല, കർമ്മയാണ്. അവന്റെ കർമ്മത്തിന് തടസ്സം വരികയാണ്, നമ്മൾ എന്ത് ചെയ്താലും റിസൾട്ട് കിട്ടാത്ത അവസ്ഥ. അപ്പൊ അവിടെ എന്താണ്, ആ ചാലഞ്ചിനെ നമ്മൾ മറികടക്കണം. നമ്മുടെ അവിടെയുള്ള കർമ്മ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിയുന്ന സമയത്ത് മാത്രമാണ് റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ റിസൾട്ട് കിട്ടി കഴിയുന്ന സമയത്ത് എന്താ സംഭവിക്കുകയാണ്, കൂടുതൽ കൂടുതൽ റിസൾട്ട് നിങ്ങളിലേക്ക് വരും. കാരണം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ചാലഞ്ചസിനെ നിങ്ങൾ വളരെ ശാന്തതയോട് കൂടിയിട്ട് നിങ്ങൾ ഓവർകം ചെയ്തു. അതേസമയം നിങ്ങളത് വിട്ടുകൊടുക്കുകയാണ്, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളത് ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഏത് സമയത്തും എപ്പോഴും നിങ്ങൾക്കിത് നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിലെ കാര്യം നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ടില്ല, അടിസ്ഥാനം കറക്റ്റ് ചെയ്തിട്ടില്ല, കർമ്മ ക്ലിയർ ചെയ്തിട്ടില്ല. അതുപോലെ 7.5 വർഷക്കാലം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 12, 1, 2 ഭാവങ്ങളിലാണ്. ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസിലാണ്. അതായത് നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ കൊണ്ട് എല്ലാ രീതിയിലുള്ള ഡിസിഷൻസും എടുപ്പിക്കുന്നത്. ആ മനസ്സിലാണ് നിങ്ങൾക്ക് ഇല്യൂഷൻ ഉണ്ടാവുന്നത്, ക്ലാരിറ്റി കുറയുന്നത്. അവിടെയാണ് ചില വ്യക്തികൾക്ക് ഈ സ്പിരിച്വൽ ജേർണിയിലേക്കുള്ള ഒരു എൻട്രി ലഭിക്കുന്നത്. 7.5-8 വർഷക്കാലമാണ് ഈ 7.5 ശനിയുടെ ഒരു സമയമുള്ളത്. റെട്രോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ശനിക്ക് ഒരു 8 കൊല്ലം അല്ലെങ്കിൽ 8.5 വർഷത്തോളം നിങ്ങൾക്ക് നീണ്ടു നിൽക്കാം. അപ്പൊ ഇങ്ങനെയുള്ള പീരീഡ്സ് ആണ് ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതും. ആ ഒരു 8 വർഷക്കാലം കൊണ്ട് അവനെ ഫിൽറ്റർ ചെയ്ത് അവനൊരു പുതിയ മനുഷ്യനായിട്ട് പുറത്തു വരികയാണ്. ജീവിതം പിന്നീട് അങ്ങോട്ട് സെൽഫ് ലവ് ആണ്, പിന്നെ മാനിഫെസ്റ്റേഷൻസിന്റെ ഒരു റിസൾട്ട് ആണ് ലഭിക്കാൻ പോകുന്നത്. ഈ ഹൈ പ്രീസ്റ്റസ് പറയുന്നത് നിങ്ങൾ ഈ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്പിരിച്വൽ പാത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങളുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻസിനെ മറികടക്കാനായിട്ട് സാധിക്കും. അതായത് സോളാർ പ്ലെക്സസ് ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ മടി, അലസത ഇതൊക്കെ മാറ്റി നിങ്ങൾക്കൊരു ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു റീസൺ അത് നിങ്ങൾക്ക് ഇനിയും കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ട് ചക്ര നിങ്ങൾ വളരെയധികം ബാലൻസ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാഷൻ, മെറ്റീരിയലിസ്റ്റിക്കൽ ചക്രാസ് ആണ് ഇതെല്ലാം. റൂട്ട് ചക്ര, സേക്രൽ ചക്ര ആൻഡ് സോളാർ പ്ലെക്സസ് ചക്ര.
ഇവിടെ നിങ്ങളുടെ റൂട്ട് ചക്ര നമുക്ക് റെഡ് കളർ ആൻഡ് ഓറഞ്ച് കളർ വന്നിട്ടുണ്ട്, യെല്ലോയും ഉണ്ട്. സോ ഇവിടെ ഈ 3 ചക്രാസ് നിങ്ങളിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഗ്രോത്തിന്. ആൻഡ് ബ്ലൂ കളറുണ്ട്. ത്രോട്ട് ചക്ര, ദ ഫസ്റ്റ് സ്പിരിച്വൽ ചക്ര, ആൻഡ് ദ സെക്കൻഡ് വൺ തേർഡ് ഐ ചക്ര. ഇവിടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതാണ് നിങ്ങളുടെ തേർഡ് ഐ ചക്ര, യുവർ 6th സെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. 6ാം ഇന്ദ്രിയം. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ എക്സ്റ്റേണൽ സ്റ്റിമുലസിനോടാണ് റിയാക്ട് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. എങ്കിൽ നിങ്ങളുടെ 6th സെൻസ് നിങ്ങളുടെ ഇന്റേണൽ സ്റ്റിമുലൈസിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ ഇപ്പോൾ ആക്ടിവേറ്റഡ് ആണ് എന്നുള്ളൊരു മെസ്സേജാണ്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് അത് എൻഡ് ചെയ്യാൻ പോകുന്നൊരു സമയവും കൂടെ ആണ്. അതായത് നൈറ്റ് ഓഫ് മെറ്റീരിയൽസ് ആണ്. നിങ്ങളിലേക്ക് സക്സസ്, സന്തോഷം, ഇതൊക്കെ ഓൺ ദ വേ ആണ്. ഈ ഒരു 7.5 ശനിയുടെ അല്ലെങ്കിൽ കണ്ടക ശനിയുടെ 8ൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത്, അഷ്ടമ ശനിയുടെ ഒക്കെ ഒരു സമയം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ലെസൺസ് പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഉള്ളിൽ നിന്നുള്ള സന്തോഷം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാകാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ സമാധാനം വരികയാണ്. ഇത് അനുഭവിക്കാത്ത ഒരു വ്യക്തിയോട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നില്ല, നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനും സാധിക്കില്ല. ഇത് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അനുഭവിക്കാത്ത ഒരു വ്യക്തി നോക്കുന്ന സമയത്ത് എക്സ്റ്റേണലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ജീവിത രീതിയിലും സാഹചര്യത്തിലും. എങ്കിലും അതായത് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. പിന്നീട് എല്ലാവരുടെയും ജീവിതം ചാലഞ്ചിങ് ആണ്, നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അവർക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ ഈ ഒരു ജേർണി അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അറിയുക ഇത് എത്രത്തോളം ഇന്റേർണലി ചാലഞ്ചിങ് ആണ്, അത് നിങ്ങൾക്ക് എക്സ്റ്റേർണലി എത്രത്തോളം ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഇതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് പരിശ്രമിച്ച് അതിജീവിച്ച് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് വലിയ ജീവിത വിജയമാണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. ജീവിതത്തിന്റെ പാഠങ്ങൾ നിങ്ങൾ പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഒരു ലൈഫ് ടൈമിലേക്കുള്ള ഒരു ഗുണം മാത്രമല്ല നിങ്ങൾ കൊണ്ടുതരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സോളിന്റെ ഒരു ജേർണി ഉണ്ട്. ഡിവൈനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഭൂമിയിൽ വന്നിട്ടുള്ള ആ ഒരു വെരി ഫസ്റ്റ് ക്രിയേഷൻ തുടങ്ങി ഇന്ന് വരെയുള്ള ക്രിയേഷനിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഒരു കർമ്മയ്ക്ക് ഒരു ക്ലിയറൻസ് കൊടുക്കുകയാണ്. ആ സോളിന്റെ മുന്നോട്ടുള്ള ജേർണി നിങ്ങൾ ഈസി ആക്കി കൊടുക്കുകയാണ് ഈ വിസ്ഡത്തിലൂടെ, ഈ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ. ഈ സ്പിരിച്വൽ പാത്ത് എല്ലാവർക്കും, എല്ലാ സോളുകൾക്കും ഉണ്ടാവും. പക്ഷെ അത് ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ എല്ലാവർക്കും ലഭിക്കുക എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ ലൈഫ് ടൈമിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്ന ഒരു കാര്യവുമല്ല. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ചിലപ്പോൾ നിങ്ങളൊരു വ്യക്തിയായിരിക്കും ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ ഉള്ളത്. ഈ ഒരു ലൈഫ് ടൈമിൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കും, ഇതൊന്നും ആരോടും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, അവർക്കത് മനസ്സിലായാലല്ലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്നുള്ളത്. നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അവരൊരു സമാധാനം കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. കാരണം ഇത് നിങ്ങളുടെ ജേർണിയാണ്. നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അവരല്ല. അവർക്കുള്ള സ്പിരിച്വൽ ജേർണിയിൽ ആ സമയത്ത് അവർ ചേഞ്ച് ചെയ്തോളും. അത് നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്. അതല്ലാതെ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ വേറൊരാളെ അടിച്ചേൽപ്പിക്കാനോ കൺട്രോൾ ചെയ്യാനോ അവരുടെ ജീവിതത്തിൽ ഇടപെടാനോ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്പിരിച്വൽ ജേർണി പഠിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. നമ്മൾ ഈ സ്പിരിച്വൽ ജേർണിയിൽ പഠിക്കുന്നത് തന്നെ ലെറ്റ് ഗോ ചെയ്യാനാണ്, എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാനാണ്, സറണ്ടറിങ് മോഡിൽ വരാനാണ്. അതായത് ഒന്നും നിങ്ങളുടെ കൺട്രോളിലല്ല, പക്ഷെ ഇത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കൺട്രോളിലാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺട്രോളിലാണ്, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ കൺട്രോളിലാണ്, നിങ്ങളുടെ കർമ്മ നിങ്ങളുടെ കൺട്രോളിലാണ്. നിങ്ങൾക്ക് ഫ്രീ വില്ലാണ് ഡെസിഷൻ മേക്കിങ്ങിനുള്ളത്.
അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ ക്വീൻ ഓഫ് ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട്. ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം, പാസീവായിട്ട് ഇരിക്കാതെ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. ഇവിടെ നിങ്ങൾക്ക് പെറ്റ്സിനെ വളർത്തുന്നതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയം. അതുപോലെ തന്നെ പുതിയ പുതിയ സബ്ജക്ട്സ് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുന്ന സമയം. ഇതുപോലെയുള്ള സ്പിരിച്വൽ സബ്ജക്ട്സ് പഠിക്കാൻ പറ്റുന്ന സമയമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ലാംഗ്വേജ് പഠിക്കാം, പുതിയ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ആക്ടിവിറ്റീസ്, ഇപ്പം സ്വിമ്മിങ് പഠിക്കാം, അല്ലെങ്കിൽ ഡാൻസിങ് പഠിക്കാം, മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യാം, ക്രാഫ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, എന്തെങ്കിലും ഒരു കുക്കിംഗ് സ്കില്ല് പഠിക്കാം. അങ്ങനെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്, മനസ്സമാധാനം തരുന്നത്, നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്, അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അത് ഓരോ ദിവസവും എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ട്രൈ ന്യൂ തിങ്സ് ഈച്ച് ഡേ. അത് നിങ്ങളെ തന്നെ ബെറ്റർ ചെയ്യുന്നുള്ളതാണ്. സെൽഫ് ഇംപ്രൂവ്മെന്റ്. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗ്രാജ്വലി നിങ്ങൾക്ക് ഓരോ ദിവസം കൊണ്ട് നിങ്ങളെ ബെറ്റർ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലാണെങ്കിലും ഓരോ ദിവസവും ഒരു ചാലഞ്ച് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് കൊടുക്കുക, ആ ചാലഞ്ച് അതിജീവിക്കുക, റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങൾ ഈ ബ്രെയിൻ ഗെയിംസ് ഒക്കെ കളിക്കുന്നത് പോലെയാണ്, ബ്രെയിൻ ആക്ടിവിറ്റീസ് ചെയ്യുക. സോ ഇത് നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ഇവിടെ സ്റ്റെബിലിറ്റി കൊണ്ടുതരും. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ കൊണ്ടുതരും, മെറ്റീരിയലിസ്റ്റിക്കൽ വെൽത്ത് കൊണ്ടുതരും. ഓക്കെ, നമുക്ക് ഇവിടെ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് എനർജി ആണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന വ്യക്തികളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, നേടാൻ പോകുന്ന കാര്യങ്ങളുമാണ്. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഇത് ഓൾറെഡി രജിസ്റ്റർ ആയി. അതിന് ഈ ചെറിയ ചെറിയ എഫേർട്സ് നിങ്ങൾ എടുത്താൽ മാത്രം മതിയാവും. ഇതെല്ലാം നിങ്ങൾക്ക് വെരി സൂൺ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ചാലഞ്ചസിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. സാറ്റേൺ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പം കുംഭത്തിൽ നിൽക്കുന്ന ശനി 2025 മാർച്ച് വരെ കുംഭത്തിൽ നിൽക്കുന്ന ശനി, അത് വളരെ ശക്തനായിട്ടുള്ള ശനിയാണ്, കുംഭത്തിലെ ശനി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും ഒപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഹാർഡ് വർക്കിനാണ് ഇവിടെ പ്രാധാന്യം ഈ ഒരു സമയം. അതിനുശേഷം പൈസസിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു. അതായത് മീനം രാശിയിലേക്ക് ശനി ട്രാൻസിറ്റ് ചെയ്യാണ്. മീനം രാശി എന്ന് പറയുമ്പോൾ മീനം രാശിയുടെ അധിപൻ ഗുരുവാണ്. അപ്പൊ അത് വളരെ സർട്ടിലായിട്ട് നിൽക്കുന്ന, ആത്മീയത നിറഞ്ഞിട്ടുള്ള ഒരു ഭാവമാണ്, നിഗൂഢതകളും നിറഞ്ഞിട്ടുള്ള ഒരു ഭാവമാണ്. അപ്പൊ നിങ്ങൾക്ക് ശനി ആ ഒരു ഭാവത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ബർത്ത് ചാർട്ട് അനുസരിച്ചാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. എങ്കിലും ജനറൽ ആയിട്ട് ശനിക്കൊരു മെലിഫിക് എഫക്റ്റ് കുറയുന്ന ഒരു രാശിയാണ് മീനം രാശി. അപ്പൊ അത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ആണെങ്കിലും ഒരു മാനസിക സന്തോഷം തരാനായിട്ടും ചാലഞ്ചസ് ഒന്ന് കുറയ്ക്കാനായിട്ടും ഒക്കെ പറ്റുന്നൊരു സമയമാണ്. അടുത്തതായിട്ട് നമുക്ക് ഡെവിൾ കാർഡ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ്ലി 10 ഓഫ് മെറ്റീരിയൽസിന്റെ എനർജി ഉണ്ടെങ്കിലും അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഒളിഞ്ഞും പതിഞ്ഞും പുറത്തു വരുന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അത് വീണ്ടും എന്നെ കൊണ്ട് പറ്റില്ല, ഇത് നടക്കുമോ, ഇത് ശരിയാവില്ല, എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവ്സ് ആണ്, എൻ്റെ പാസ്റ്റ് ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ഫ്യൂച്ചർ അതുകൊണ്ട് അങ്ങനെയാണ് എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് ഇത് വീണ്ടും കൊണ്ടുതരുന്ന മടിയും അലസം. നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ ഡെവിൾ എനർജി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പക്ഷെ അത് നിങ്ങളുടെ ഉള്ളിൽ ശക്തമായിട്ടുണ്ട്. കുറച്ചുകൂടി നിങ്ങളെ തന്നെ പ്യൂരിഫൈഡ് ആക്കാനുണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു സെലിബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. മാനസിക സന്തോഷം മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ആയിട്ടും ഒക്കെ നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നൊരു സമയമാണ്. ഈ ഒരു ഡെവിൾ എനർജി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ ഫയർ എനർജി പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഒരു മെസ്സേജ് വരുന്നത്. സോ ഇത് എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ട് എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ
ഈ ഒരു വീഡിയോയും നമ്മളുടെ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇതിന്റെ ഒരു പാർട്ട് 1 കൂടി കണ്ടു നോക്കാവുന്നതാണ്. കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിന്റെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, അതുപോലെ മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേഷൻസ് ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.